മുട്ടപ്പായൽ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മർ ആണെങ്കിലും കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. സമ്മറിലും പോകാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര ഒമാനിലെ മദ്ദയിലേക്കാണ്. ഒമാനാണെങ്കിലും UAE നിന്ന് പാസ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മദ്ദ. നമുക്കൊരു വൈകുന്നേരം അവിടെ എത്തുന്ന കണക്കിനാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു യാത്ര പുറപ്പെടുമ്പോഴത്തേക്ക് ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഡബിൾ എനർജിയാണ്. അപ്പോൾ നമ്മൾ പതുക്കെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി ചായയും അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വളരെ പതുക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം വരുന്നത്. പോരാത്തതിന് ഞങ്ങൾ ട്രാവൽ ചെയ്തിരിക്കുന്നത് ജൂലൈ 20 ഈ കഴിഞ്ഞ സൺഡേ ആണ്. അപ്പം അന്ന് മഴയും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടുവാണെങ്കിൽ കൂട്ടത്തിലൊരു മഴയും കൂടി കിട്ടട്ടെ എന്ന് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോർഫക്കാൻ വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം മഴക്കാറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ നോക്കിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് പെട്ടെന്ന് അവിടേക്ക് ചെല്ലുമ്പോൾ മിനിമം ഒരു 10 ഡിഗ്രിയോളം വ്യത്യാസം കാണാറുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഹഫീസ ഡാം കാണാം. സമ്മറായിട്ട് കൂടി അവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പാർക്കിങ്ങിലൊക്കെ നിറച്ച് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ മദ്ദയിലേക്ക് പോകുമ്പോൾ ഒമാൻ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ നമ്പർ കട്ടായി പോകും. പിന്നെ റോമിങ്ങിലായിരിക്കും. അപ്പം പോകുന്നതിന് മുന്നേ തന്നെ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. മദ്ദയിലെ ഫാം ഏരിയാസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് മദ്ദ ബനിയൻ ട്രീ എന്നായിരിക്കും. നമ്മളും അങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫാമിൻ്റെ ഉൾഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു 3-4 ബനിയൻ ട്രീ നിൽക്കുന്ന ഒരു റൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ മദ്ദ ബനിയൻ ട്രീ എന്നിട്ട് പോവാം, ഇല്ലെങ്കിൽ മദ്ദ വാദി എന്നിട്ട് പോയാലും നമ്മൾ ആ ഒരു ഏരിയയിൽ തന്നെയാണ് എത്തുന്നുണ്ടാവുക. ഈ വാദിയും ബനിയൻ ട്രീയും വരുന്ന ലൊക്കേഷൻ തമ്മിൽ വളരെ കുറച്ച് ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിലും നമുക്ക് അവിടെ ചെന്നിട്ട് ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും. സമ്മർ ആണെങ്കിലും മദ്ദയിലൊക്കെ ഇടയ്ക്ക് മഴ പെയ്യുന്ന ഏരിയ ആണ്. അപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുമ്പം എപ്പോഴും ഒരു അഡീഷണൽ ഡ്രസ്സൊക്കെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടാണ് പോകാറുള്ളത്. ഷാർജ മാരിടൈം അക്കാഡമി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഈ റോഡ് റൈറ്റിലേക്ക് തിരിയുന്നുണ്ട്. ഇവിടെ മുതലാണ് ഒമാൻ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലൊക്കെ റോമിങ്ങിലാവാറുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് വരുന്നത്. ഇപ്പം കുറേ ആൾക്കാരൊക്കെ വൈകുന്നേരം, അതായത് ഒരു 5 മണി മുതൽ വെളുപ്പിന് 3 മണി വരെയാണ് ഈ ഫുഡ് സ്ട്രീറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. ആ ഒരു സമയം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് ഡ്രൈവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രാത്രിയിൽ ഈ മലനിരകളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ഈ ഫുഡ് സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകാറുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മദ വാട്ടർഫോൾ. അതിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കും ഒക്കെ ഉണ്ട്. വൈകുന്നേരം 4 മണിക്കാണ് ഈ വാട്ടർഫോളിൽ ഈ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിർത്താനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ നമുക്ക് ഇരുട്ടാവുന്നതിന് മുമ്പ് ഫാമും വിസിറ്റ് ചെയ്യണം. പിന്നെ അവിടുത്തെ വെള്ളത്തിൽ നമുക്ക് കുളിക്കുകയൊക്കെ വേണം. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ നേരെ പോവുകയാണ്. ഇവിടേക്ക് എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ 36 ഡിഗ്രി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ ഒരു ഫാമിൻ്റെ ലൊക്കേഷനാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഫാമിലേക്ക് പോകുമ്പോൾ തന്നെ റൈറ്റിലേക്ക് ഒരു കച്ചാർ റോഡ് വഴി പോയി കഴിഞ്ഞാൽ ആ ഒരു വെള്ളമൊക്കെ ഒഴുകി പോകുന്ന വഴിയിലേക്ക് എത്തും. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ബനിയൻ ട്രീയും ഫാമും ഒക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ തന്നെ ഈ ഒരു ഫാമിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതാണ് ഫാമിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ വണ്ടി ഉള്ളിലേക്ക് പോവാം. ടാറിട്ട റോഡല്ല, ഇങ്ങനെ ടൈൽസൊക്കെ പതിച്ചിട്ടുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ ഫാം കണ്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് നടക്കുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റോളം നടന്നാലാണ് നമ്മൾ ഈ ഒരു ബനിയൻ ട്രീയുടെ ലൊക്കേഷനിൽ എത്തുന്നത്. ഈ ഫാമിൻ്റെ പേര് റോള ഫാംസ് എന്നാണ്. ഈ ഫാമിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് തന്നെയുള്ളൂ മദ്ദ ഡാമിലേക്ക് പോകാൻ. പക്ഷേ സമ്മർ സമയത്ത് കുറച്ച് ഡ്രൈ ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് അത്രയ്ക്ക് അഡ്വൈസബിൾ അല്ല. ശരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ അത്ര ഒരു പീക്ക് സമ്മറിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നത്തില്ല. ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ വലിയ മാവും അതുപോലെ നിറയെ മാങ്ങയും പപ്പായയും പിന്നെ നാരങ്ങയൊക്കെ ആയിട്ട് ഒരു നല്ല ഏരിയ ആണ്. എന്നാലും ചൂടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. സമ്മർ ആയതിൻ്റെ ഒരു ചെറിയ ചൂട് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 2 സൈഡിലുള്ള ഫാമുകളൊക്കെ പ്രൈവറ്റ് ഫാമുകളാണ്. അതുകൊണ്ട് ഒട്ടുമിക്കതും ഒക്കെ ഇങ്ങനെ മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് ബലങ്ങളൊന്നും പൊട്ടിക്കരുതെന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഹോളോ ബ്രിക്കൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ചെടിച്ചട്ടി ഇല്ലാണ്ട് തന്നെ അടുക്കി ചെടി നടാൻ പറ്റിയ ഒരു ഐഡിയ. എന്തായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ മുട്ടപ്പായൽ. നമ്മളീ പോകുന്ന എല്ലാ വഴിയിലൂടെയും വണ്ടി പോകുന്നത് തന്നെയാണ്. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഈ ഫാമൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുട്ടികൾക്ക് അത് അത്ര വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവർ വണ്ടിയെടുത്ത് വരായിരുന്നു എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പിന്നെ പാർക്ക് ചെയ്ത് നടന്നു പോകുന്നവർ വെള്ളം എടുക്കാൻ മറക്കരുത്. ഈ സാധനം നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുമ്പോൾ ഇതിലൊരു കായൊക്കെ ഉണ്ടാവാറുണ്ട്.
എവിടെ കായ 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 കായില്ല. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ. നമ്മൾ നാട്ടിൽ കാണുന്ന കുറേ ടൈപ്പ് ചെടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൊസ്റ്റാൾജിയ കഥകളൊക്കെ പറഞ്ഞ് ഏകദേശമൊക്കെ നമ്മൾ ആ ഒരു ബനിയൻ ട്രീയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ഫലാജ് സിസ്റ്റം എന്ന് പറയും, ഇങ്ങനെ വെള്ളക്കെട്ട് പോലെ അങ്ങനെ കെട്ടി നിർത്തിയിട്ട് അതിൽ നിന്നാണ് ചെടികൾക്കുള്ള വെള്ളമൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെ കുറേ കുളങ്ങൾ പോലുള്ള ഏരിയയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ബനിയൻ ട്രീയുടെ അടുത്തേക്ക് എത്താറാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മജ്ലിസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുമ്പൊക്കെ വരുമ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടായിരിക്കും ഇതിപ്പോൾ ക്ലോസ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലൈബ്രറി പോലെ ഒരു ഏരിയ കൊണ്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫാനൊക്കെ വെച്ചിട്ട്. പിന്നെ അവരതിൻ്റെ ആ ഒരു മജ്ലിസിന് പുറത്തായിട്ട് തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്ന ആൽത്തറ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ സൈഡൊക്കെ കെട്ടിയ ഒരു ആൽത്തറ പോലെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 3-4 ആലുണ്ടായിരുന്നു. അതിലൊരു വലിയ ആൽമരം ഇപ്പം മുറിച്ചിട്ടേക്കുവാണ്. പണ്ട് നമ്മളിവിടെ വന്നിട്ട് ഇതൊരു വലിയ ആൽമരമായിരുന്നു. അതിൽ മറ്റേ കുരങ്ങന്മാരെ ആടുന്ന പോലെ ഞങ്ങൾ വള്ളി തൂങ്ങി ആടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് മുറിച്ചിട്ടേക്കുവാണ്. മുറിച്ചതാണോ വീണിട്ട് കട്ട് ചെയ്തതാണോ എന്ന് അറിയില്ല. സംഭവം ഇതിന്റെ സൈഡിലായിട്ട് വേറെ ആൽമരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഈ മെയിൻ ആയിട്ടുള്ള മരം മാത്രം തന്നെ മുറിച്ച് കാണുന്നുള്ളൂ. അത് മിക്കവാറും വീണതായിരിക്കും. അതിന്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ കേടുപിടിച്ച പോലെ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അഗെയിൻ നമ്മുടെ ഒരു കുളം കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ആൽത്തറയും കുളവും കൂടെ അടുത്തടുത്ത് കണ്ട പോലാണ്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി നടന്നാൽ തന്നെ നമുക്ക് ആ ഒരു വാതി പോകുന്ന വഴിയിലേക്ക് എത്തും. അതൊന്നുകിൽ നമുക്ക് ഇതുവഴി തന്നെ കട്ട് ചെയ്ത് ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ വന്ന സ്ഥലത്ത് പോയിട്ട് വണ്ടി എടുത്തിട്ട് മറു സൈഡിലൂടെയും പോകാൻ പറ്റും. ശരിക്കും ഈ ആൽത്തറയുടെ ഭാഗം ഒരു റൗണ്ട് ആയിട്ടാണ് വരുന്നത്. അപ്പം വന്ന ഭാഗം നമ്മൾ ഓൾറെഡി കണ്ടതായതുകൊണ്ട് ആൽത്തറ കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ നടന്നാലും നമ്മൾ വണ്ടി നിർത്തിയെടുത്ത് തന്നെ കറങ്ങിയിട്ട് തിരിച്ച് അവിടെ തന്നെ എത്തും. ഒരു ഫാമിൻ്റെ പുറത്ത് ഇങ്ങനെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് കുളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ വേഗം കുളിക്കാൻ പോകാമെന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വേഗതയൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ വേലിയുടെ അടുത്തൊക്കെ കാണുന്ന കുറേ ചെടികൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സംഭവമൊക്കെ നമ്മൾ നാട്ടിൽ കണ്ട മൈൻഡ് ചെയ്യാറില്ല, ഇതിൻ്റെ പേരും ഒന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ പപ്പായൊക്കെ ഇങ്ങനെ നിറയെ കാഴ്ച കിടപ്പുണ്ട്. ഇതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു ഫാമിൽ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ പെർമിഷനൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഫാമിൻ്റെ ഉള്ളിലൊക്കെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. നിറയെ പപ്പായയും പിന്നെ കുറച്ച് ചെടികളും ഒക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വാഴ, പിന്നെ എന്തോ ജീവികളൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും നമ്മൾ പോയില്ല. അത്യാവശ്യം പച്ചപ്പുള്ള ഏരിയയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അതുമൊക്കെ ഒന്ന് കണ്ടിട്ടാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഫാമൊക്കെ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 7 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ളത് കാരണം വേഗത്തിൽ പോയിട്ട് നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഈ നടന്നു പോകുന്ന ഭാഗത്തൊക്കെ വാദിയൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം വരുന്ന ഏരിയ ആണ്. ഇപ്പം അത്യാവശ്യം ഇവിടെയൊക്കെ ഡ്രൈ ആണ്. നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് പോയാലാണ് ഈ വെള്ളമുള്ള ഏരിയ വരുന്നത്. പിന്നെ നമ്മൾ അവിടെ കണ്ട ആളോട് ചോദിച്ചിട്ടാണ് മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞിരുന്നു കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ ഭാഗമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പതുക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗം തൊട്ടാണ് കുറേശ്ശെ വെള്ളം കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമായത് കാരണം നമ്മൾ അതിലേക്കൊന്നും അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വലിയ ദൂരമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കല്ലൊക്കെ ഉള്ള ഭാഗമായതുകൊണ്ട് നമുക്ക് പതുക്കെ തന്നെ കയറി വരാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും വേറെയും ഒരു ഫാമിലിയെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ലെവലൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഈ ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് നമുക്ക് ഇപ്പോൾ ഇത്രയ്ക്കും വെള്ളം കിട്ടിയിരിക്കുന്നത്. ചില സമയത്ത് തീരെ ഉണ്ടാവില്ല, ചില സമയത്ത് നന്നായിട്ടുണ്ടാവും. അവിടെ വലിയ വലിയ തവളകൾ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഈ സമ്മർ സമയത്ത് ഇത്രയും വെള്ളം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഇരുട്ടാവുന്നവരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴേക്ക് കറക്റ്റ് ഈ ഫുഡ് സ്റ്റോളുകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിനാകും കൂടി ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 8:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം 5 മണി മുതൽ തന്നെ ഇവിടെയുള്ള എല്ലാ ഫുഡ് സ്റ്റോളുകളും ഓപ്പൺ ആവും. ഇവിടെ മെയിനായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ മേടിച്ചിട്ട് റൈറ്റ് സൈഡിൽ കുറേ ഹട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ ഷോപ്പുകളുടെ ഉള്ളിലും കുറേ ഇങ്ങനെ നമുക്ക് സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മജ്ലിസ് പോലെയൊക്കെ. അവിടെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ഈ കാണുന്ന സ്വീറ്റ്സുകൾ, ഇതൊക്കെ ഓരോ
കപ്പിന് 10 dirhams ആണ് വരുന്നത്. പിന്നെ ഈ ഗ്രില്ലുണ്ടാക്കി തരും. അത് നമുക്ക് ഓരോ സ്റ്റിക്ക് ചൂസ് ചെയ്യാം, ചിക്കനാണോ മട്ടനാണോ ഏതാണ് വേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ വേറൊരു ഐറ്റമാണ് ഈ കാണുന്ന പുളി കൊണ്ടുള്ള ചട്നിയാണ്. ഈ സംഭവം ശരിക്കും നല്ല പുളിയാണ്. അപ്പം നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട് ഇത് അതിനോടൊപ്പം വേണോ വേണ്ടയോ എന്ന്. അവർ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് തരുന്നത്. അപ്പോൾ ട്രൈ ചെയ്യണം എന്നുള്ളൊരു സെപ്പറേറ്റ് തരാൻ പറയുന്നത് നല്ലതായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പല വെറൈറ്റി ഗ്രില്ല്, സീ ഫുഡ് ഗ്രില്ല്, പിന്നെ അതുപോലെ തന്നെ പാനിപ്പൂരി, കോണ്, മാഗി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ബാർഗൈനിങ്ങും ഒക്കെ അവർ അലോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില സ്റ്റോളുകളിലൊക്കെ 25 കൊടുക്കുന്ന, വേറെ ചില സ്റ്റോളുകളിലൊക്കെ 30 അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അവിടെ കുറച്ച് നേരം കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് കോർഫക്കാൻ ഫൗണ്ടെയിൻ ആൻഡ് പാർക്ക് ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയാണ് അവിടുത്തെ ഫൗണ്ടെയിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നൈറ്റ് വ്യൂ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഈ ഒരു വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അധികം ധൃതിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതുകൂടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ അധികം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മദ്ദയിലെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ മുട്ടപ്പായൽ